നടൻ കമൽഹാസനുമായുള്ള അഭിമുഖം ജോൺ ബ്രിട്ടാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാട് എന്ന വ്യക്തിയെ തൻ്റെ 15-ാം വയസ്സിൽ ആദ്യമായി കാണുകയും ആ വ്യക്തിയുടെ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ നൽകിയ കോൺഫിഡൻസിനെ കുറിച്ച് കമൽഹാസൻ വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ എങ്ങനെയാണ് വ്യത്യസ്ത മേഖലയുടെ ഉയരങ്ങളിലേക്ക് എത്തിയ പലർക്കും പ്രചോദനമായിട്ടുള്ളതെന്ന് അത് തെളിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യം കേട്ടപ്പോൾ മനസ്സിലായില്ലെങ്കിലും പിന്നീട് ആ വ്യക്തിയുടെ വാക്കുകൾ നൽകിയിരിക്കുന്ന ഊർജമാണ് കമൽഹാസൻ എന്ന വ്യക്തിയെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടാസ് നടത്തിയ അഭിമുഖത്തിൽ കമൽഹാസൻ തുറന്നു പറയുന്നതാണ് അദ്ദേഹം ഇപ്പോൾ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ. ഇതൊക്കെയാണോ കേരളത്തിൻ്റെ ദിഷ്ണാശാലികളായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ? മറ്റ് ഏതെങ്കിലും കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ നേതാക്കന്മാരെ കുറിച്ച് ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയിട്ടുള്ള ഏതെങ്കിലും നടന്മാരോ മറ്റുള്ളവരോ ഇങ്ങനെ ഒരു അഭിപ്രായം പങ്കുവെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ദീർഘവീക്ഷണമുള്ള, പരന്ന വായനയുള്ള, അഗാധ പാണ്ഡിത്യമുള്ള ഇടത് നേതാക്കന്മാർ, പ്രത്യേകിച്ച് EMSനെ പോലുള്ള നേതാക്കന്മാർ അന്നത്തെ കാലഘട്ടത്തിൽ അക്കാവിക്ക നമ്പൂതിരി എന്ന് കോൺഗ്രസ്സുകാർ കളിയാക്കിയിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് തെന്നിന്ത്യയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിരുന്ന കമൽഹാസന് പോലും പ്രചോദനമായത് അദ്ദേഹത്തിന്റെ വാക്കുകളാണെന്നും EMSനെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് മിന്നലിനെ നേരിട്ട് കാണുന്ന അതേ ഫീൽ ഉണ്ടായെന്ന് പറയുമ്പോൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാർ മറ്റുള്ള മനുഷ്യരിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ കമൽഹാസൻ എന്ന വ്യക്തി ഒരു പാർലമെന്റിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് നടനെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ EMS ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കൂടെ ആയിരിക്കും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രചോദനമേകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ EMSന്റെ പ്രസംഗമാണെന്ന് കമൽഹാസൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്, അതും 15-ാമത്തെ വയസ്സിൽ. ഇതിനേക്കാൾ മികച്ച അംഗീകാരങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാരെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ അത് വേ ഇത് റേ എന്ന് പറയേണ്ടി വരുന്നത്.